ഇനി പരിശോധിക്കുന്നത് പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് നടന്ന ഒരു ഇരട്ടക്കൊലപാതക കേസാണ്. ഭാര്യയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. പ്രതി ബൈജുവിന്റെ ഭാര്യ വൈഷ്ണവി, അയൽവാസി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടുകളും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ നമുക്ക് അറിയാവുന്ന പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഈ ഇവിടുത്തെ അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത പൈസയുടെ കാര്യവും വിഷ്ണുവും ബൈജുവും തമ്മിൽ പൈസ ഏർപ്പാടൊന്നുമില്ല. കൂട്ടുകാരൻ തന്നെയാണ്. ഇന്നലെ അവൻ എൻ്റെ കടയിൽ വരികയും ഇവർ രണ്ടുപേരുടെ ഞാൻ വന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തതാണ്. വിഷ്ണുവും ബൈജുവും കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമാണ്. നമ്മുടെ നല്ല കൂട്ടുകാരാണ്. നല്ല യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഒരൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിലും നല്ല സഹകരണമുള്ള പിള്ളേരാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇവിടെ സാമ്പത്തിക ഇടപാടും ഭാര്യയിലുള്ള സംശയവും അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ ഈ കൂട്ടക്കൊലപാതകത്തിന് ഇരട്ടക്കൊലപാതകത്തിന് കാരണമായി പറയുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഇരുവരും തമ്മിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നോ? പാടത്തെ ഇരട്ടക്കൊലപാതകത്തിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും പറഞ്ഞ അത്തരം ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ പോലീസ് എടുത്തിട്ടുള്ള എഫ്ഐആർ ആണ് അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. വീട്ടിൽ ഇവർ വഴക്കുണ്ടായിരുന്നു. പല തവണയും നിരന്തരം പ്രശ്നങ്ങൾ ഈ വൈഷ്ണവിയും ഒപ്പം ഭർത്താവ് ബൈജുവും തമ്മിൽ നിരന്തരം വാക്കേറ്റവും തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പോലീസിന്റെ എഫ്ഐആർ സൂചിപ്പിക്കുന്നു. ഒപ്പം തൊട്ടടുത്ത അയൽപക്കത്ത് താമസിക്കുന്ന വിഷ്ണു, അത് ബൈജുവിന്റെ സുഹൃത്ത് തന്നെയാണ്. ആ ബൈജുവുമായി വൈഷ്ണവിക്ക് ചില സുഹൃത്ത് ബന്ധമുണ്ട്. ആ ബന്ധം തെറ്റായ രീതിയിലാണെന്നുള്ള ധാരണ ഈ ബൈജുവിനുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള സംശയമാണ് ഈ വൈഷ്ണവിയെയും വിഷ്ണുവിനെയും കൊല്ലാൻ കാരണം എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ വിഷ്ണുവിന് കുടുംബശ്രീയുടെ ചില വായ്പകളും മറ്റ് ലോണുകളും ഒക്കെ ഈ വൈഷ്ണവി എടുത്തു നൽകിയിരുന്നു. അതേ ചൊല്ലി തിരിച്ചടവിനെ ചൊല്ലി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതായും പറയപ്പെടുന്നു. ഇതെല്ലാം ഈ വാക്കേറ്റത്തിനും പലപ്പോഴും വീട്ടിലെ കുടുംബകലഹത്തിന് കാരണമുണ്ടായിട്ടുണ്ട്. ഇന്നലെ ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുമ്പേ 10 മണിയോടുകൂടി തന്നെ ഈ ബൈജുവും ഒപ്പം വൈഷ്ണവി എന്ന വീട്ടിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായി. ആ തർക്കത്തിനൊടുവിലാണ് വീട്ടിൽ നിന്നും വൈഷ്ണവി തൊട്ടടുത്ത അയൽവക്കത്ത് താമസിക്കുന്ന ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിവരികയും അവിടെ വെച്ചാണ് ബൈജു ഈ വൈഷ്ണവിയെ കൊടുവാള് കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അപ്പം തടസ്സം നിന്ന വിഷ്ണുവിനെയും ആ സമയം തന്നെ ആക്രമിക്കൊണ്ട് എന്തായാലും ഈ വിഷ്ണുവിനെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വിഷ്ണു മരിക്കുന്നത്. എന്തായാലും 2 കൊലപാതകവും ഈ ഒരു സാമ്പത്തിക ഇടപാടും ഭാര്യയിലുള്ള സംശയം കൊണ്ടാണെന്നുള്ള നിലപാടിത്തരാണ് പോലീസ് ഉള്ളത്. പോലീസ് അങ്ങനെ തന്നെയാണ് എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നാട്ടുകാരും അടുത്തറിയാവുന്ന ആളുകളും ഒക്കെ അത്തരത്തിലൊരു സംശയം പറയുന്നില്ല. കാരണം ഇവർ സുഹൃത്തുക്കളാണ്. ബൈജുവും അതുപോലെ തന്നെ വിഷ്ണുവും തമ്മിൽ സുഹൃത്തുക്കളാണ്. അവർ ഒന്നിച്ചാണ് പണിക്ക് പോകുന്നത്. ചെറുപ്പം പോലെ അറിയാവുന്ന വ്യക്തികളാണ്. തൊട്ടടുത്ത താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംശയം അവർ ഉന്നയിക്കുന്നില്ല. പക്ഷെ വീട്ടിൽ ഈ നിരന്തരം വഴക്കുണ്ടാകുന്നു എന്നുള്ള കാര്യം ഈ വൈഷ്ണവിയുടെ പിതാവ് തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ നേരത്തെ വഴക്കുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നടന്ന സമയത്ത് കുട്ടികളുമായി വൈഷ്ണവി പിതാവിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ പിന്നെ രമ്യമായുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് വീണ്ടും വന്നിട്ടുള്ളത്. അങ്ങനെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അത് ബൈജുവും ഈ വൈഷ്ണവും തമ്മിലുള്ള തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ വീട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ വിഷ്ണുവുമായി യാതൊരുവിധ പ്രശ്നമില്ലെന്നാണ് നാട്ടുകാരും അയൽവാസികളും ഒക്കെ പറയുന്നത്. എന്തായാലും സാമ്പത്തികമായുള്ള ഒരു ഇടപാടുകളും ഒപ്പം ഭാര്യയുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണം. വിഷ്ണുവിനെ കൊല്ലാനുള്ള കാരണം അത് തന്നെയാണ് പോലീസ് പറയുന്നത്. അല്ലെങ്കിൽ അത്തരമൊരാളെ അത്തരമൊരു കൊലപാതകത്തിന് ഒരുപക്ഷെ ഓടിച്ചെന്നാൽ പോലും മറ്റൊരാളെ അകാരണമായി കൊലപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാര്യയിലുള്ള സംശയം കൂടി ഇതിൽ ഉണ്ട്. ഭാര്യയെ ഈ ലോൺ എടുത്ത് നൽകിയതും വായ്പ നൽകിയതും ഒക്കെ അതൊരു ഈ വിഷ്ണുവായുള്ള അടുപ്പം ഒരു തെറ്റായ രീതിയിൽ ഉണ്ടായെങ്കിൽ ഇതിനു മുൻപ് ഈ സംഭവം ഈ കൊലപാതകം നടക്കുന്നതിന് മുൻപ് ഇരുവരും തമ്മിൽ ഈ ഭാര്യയുമായി ഇയാൾ പതിവായി പ്രശ്നങ്ങൾ വീട്ടിൽ കലഹമുണ്ടാക്കിയിരുന്നോ? ഇതിനു മുൻപ് ഇവരെ കൊലപ്പെടുത്താൻ മറ്റു ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ? വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് ഈ ബന്ധുക്കളൊക്കെ പറയുന്നത്. അത്തരത്തിൽ നേരത്തെയും പ്രശ്നങ്ങൾ ബൈജുവും വൈഷ്ണവിയും തമ്മിൽ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങളിലൊക്കെയാണ് ഈ മക്കളെയും കൂട്ടി വൈഷ്ണവി കുടുംബത്തേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് പറഞ്ഞു തീർത്ത് രമ്യതയിലാക്കിയതിനു ശേഷം വീണ്ടും ഒളിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട്. പക്ഷേ നേരെ മറിച്ച് ഈ വിഷ്ണുവുമായി ബൈജു പ്രശ്നം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം അവർ ഒന്നിച്ചൊരു ബൈക്കിലാണ് ജോലിക്ക് വന്നത്. രണ്ടുപേരും മരപ്പണിക്കാരാണ്. ഒന്നിച്ച് ജോലിക്ക് പോകുന്നവരാണ്. അടുത്ത് താമസിക്കുന്ന പരിചയമുള്ളവരാണ്. അങ്ങനെ അവർ തമ്മിൽ സുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ വാക്കേറ്റവും നേരത്തെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. എന്തായാലും
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഇത്തരമൊരു തർക്കം ഉണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിന്റെ പേരിൽ തന്നെയാണ് സ്വാഭാവികമായും ഈ ഭാര്യയിലുള്ള ഒരു സംശയം എന്ന നിലയ്ക്കാണ് പോലീസ് എഫ്ഐആർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുവിനെ കൊലപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വൈഷ്ണവി ഓടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ വൈഷ്ണവി മാത്രമായിരിക്കും കൊല ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക. വിഷ്ണുവിനെ എന്തിനു കൊല ചെയ്യണം എന്നുള്ള ചോദ്യം പോലീസ് ചോദിക്കുന്നത് വിഷ്ണുവിനെ കൊലപ്പെടുത്താൻ കാരണം ഇത്ര ഒരു സംശയമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് ബന്ധം എന്നുള്ളത് ഒരു തെറ്റായ രീതിയിൽ കണ്ടു എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് പറയുന്നു. അതുകൊണ്ട് ഭാര്യയിലുള്ള സംശയം ബൈജുവിനുണ്ടായിരുന്നു. ആ ബൈജു അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തി എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ പോലീസ് ഉള്ളത്. പക്ഷേ കൂടുതൽ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വേണം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ കാരണമെന്ന്, ഇതിന്റെ യഥാർത്ഥ കാരണമെന്നത് എന്തായാലും പുറത്തു കൊണ്ടുവരേണ്ട വിഷയം തന്നെയാണ്. ഈ ഒരു സമീപകാലത്ത് നടന്ന പല കൂട്ടക്കൊലപാതകങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അതിൽ ലഹരി അല്ലെങ്കിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥ, ഈ കൊലയാളികളുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ, ഇതൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾക്ക് കുരുതിക്കൊക്കെ കാരണമായി പറയുന്നുണ്ട്. ഈ പ്രതിയുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? ഇയാൾ ലഹരിയോ മറ്റോ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? സോമു അത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലം പറയുന്നില്ല. കാരണം നാട്ടുകാരെല്ലാം ഇവരെ രണ്ടുപേരെയും, ഈ കൊല്ലപ്പെട്ട വിഷ്ണുവിനെയും ഒപ്പം ഈ പ്രതിയായ ബൈജുവിനെയും നാട്ടുകാർക്ക് അറിയാവുന്ന ആളുകളാണ്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. വലിയ രീതിയിൽ നാട്ടിൽ അത്തരത്തിൽ തെറ്റായ ഒരു അഭിപ്രായമുള്ള വ്യക്തികളല്ല. രണ്ടുപേരും സുഹൃത്തുക്കളാണെന്നുള്ളതാണ് നാട്ടുകാർ പൊതുവെ നമ്മളോട് സംസാരിച്ചവരെല്ലാം അയൽവർക്കക്കാരും അയൽവാസികളും പറഞ്ഞത്. പക്ഷെ ഒന്നിച്ചാണ് ഇവർ പണിക്ക് പോവുകയും ജോലിക്ക് പോവുകയും ഒന്നിച്ചാണ് ഒരു ജോലി, മരപ്പണിക്കാരാണ് രണ്ടുപേരും, തടിപ്പണിക്ക് പോകുന്നവരാണ് എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, പക്ഷെ നേരെ മറിച്ച് വീട്ടിൽ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ, അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിരന്തരം വീട്ടിൽ ഉണ്ടാകിയ ആളാണ് ബൈജു. വൈഷ്ണവുമായി പല പ്രാവശ്യം വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പിണക്കം ഉണ്ടായി വീടുകളിലേക്ക്, ഈ കുടുംബ വീട്ടിലേക്ക് വൈഷ്ണവ് തിരിച്ചു പോയ നിരവധി സമയങ്ങളുണ്ട്. അതെല്ലാം പിന്നീട് രമ്യതയിൽ പറഞ്ഞു തീർക്കാനുണ്ട്. പക്ഷേ ഇന്നലത്തെ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ പണം ഈ മരണമടഞ്ഞ വിഷ്ണുവിന് വൈഷ്ണവി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ സംശയത്തിന്റെ പേരിലേക്ക് മാറിയിട്ടുണ്ട്. അതെല്ലാമാണ് ഈ കാരണം എന്നുള്ളതാണ്, ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് ഈ പോലീസിന്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ സ്വാഭാവിക വൈഷ്ണവിയെ മാത്രം ഓടിക്കയറുമ്പോൾ വൈഷ്ണവ് മാത്രം കൊലപ്പെടുത്തി തടസ്സം പിടിക്കാൻ ചെന്ന വിഷ്ണുവിനെ പെട്ടെന്ന് തന്നെ കൊലപ്പെടുത്താനുള്ള ഒരു കാരണം അത്തരം കാര്യങ്ങളിലേക്കാണ്.